ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും വിനാഗിരി സാധാരണ നമ്മൾ അച്ചാറിലൊക്കെ ഒഴിക്കാനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഒരു വിനാഗിരി വെച്ചിട്ട് നമുക്ക് വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപയോഗങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചണിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയും പാറ്റയും ഒന്നും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് വരില്ല. ഈ ഒരു വിനാഗിരിയുടെ ഒരു സ്മെല്ല് കാരണം തന്നെ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് അരിയൊക്കെ സൂക്ഷിക്കണ ഒരു പാത്രത്തിൽ വണ്ടുകളും പ്രാണികളും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വിനാഗിരി ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ അരി സൂക്ഷിക്കണം പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വണ്ടുകളും പ്രാണികളും ഒക്കെ കയറാതിരുന്നോളും. അതുപോലെ തന്നെ വിനാഗിരിക്ക് ഒരുപാട് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ കാസറോളൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ കഴുകി തുടച്ചിട്ടൊക്കെ ഉണക്കിയെടുത്ത് വെച്ചായിരിക്കും. എന്നാലും അത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനുള്ളിലൊരു പൂപ്പൽ പോലത്തെ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ കാസറോളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഇതുപോലെ കുറച്ച് വിനാഗിരി വെച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസും നോൺ വെജിറ്റബിൾസും പാലും തൈരും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് വിനാഗിരി ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലിനൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഈ വിനാഗിരിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് ചീത്തായി പോവാതിരിക്കാനായിട്ട് ആ തക്കാളിയുടെ ഈ ഒരു ഞെട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വിനാഗിരി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം അടിഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ തക്കാളിയൊന്നും പെട്ടെന്ന് ചീഞ്ഞു പോവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വിനാഗിരി കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലൂടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചക്കറികളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒരുപാട് കീടനാശിനികളും വിഷാംശങ്ങളൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് നമ്മളത് തുടച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അതിലത്തെ വിഷാംശങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റും. തക്കാളി മാത്രമല്ല, ഇതുപോലെ എല്ലാ പച്ചക്കറികളും നമുക്ക് ഇതുപോലെ വിനാഗിരി ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് തുടച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ കുറച്ച് വിനാഗിരി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിത് അവിടെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ ഞാൻ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതും ആ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ ഇതുപോലെ ഒഴിച്ച് വെക്കുകയായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ അതുപോലെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ ജനലിന്മേലോ അതുപോലെ തന്നെ കണ്ണാടിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം. വിനാഗിരിയുടെ ആ ഒരു സ്മെല്ല് കാരണം തന്നെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ആ ഒരു ശല്യം നമുക്ക് അതുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ്, നമ്മൾ ചോറൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചോറ് അധികം വെന്ത് കുഴഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടും. ഒരു 5-10 മിനിറ്റ് നമ്മൾ ചോറ് വാർക്കാനായിട്ട് വൈകിട്ടുണ്ടെങ്കിലും ചോറൊന്നും വെന്ത് കുഴഞ്ഞു പോവില്ല. അപ്പോൾ വിനാഗിരി കൊണ്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.